എന്താണെന്ന് വെച്ചാൽ, അതായത് അവളുടെ ഹസ്ബൻഡ് അത്ര ഒരു ഒതുങ്ങി ജീവിക്കണം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു പ്ലാനിൽ ജീവിക്കണം ഒരാളല്ല എന്നുള്ള കാര്യം അവൾ എന്നോട് ആദ്യമേ പറഞ്ഞായിരുന്നെങ്കിൽ, ഒരു മാന്യതയിൽ ജീവിക്കണം ഒരാളല്ല, അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ അത് പ്രോപ്പറായി കൊടുക്കുന്ന അങ്ങനത്തെ രീതിയിലുള്ള ഒരാളല്ല എന്നുള്ളൊരു കാര്യം അവൾ പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യില്ലായിരുന്നു, ഈ മണി അവൾക്ക്, ഈ പൈസ ഞാൻ കടം കൊടുക്കില്ലായിരുന്നു, വായ്പ കൊടുക്കില്ലായിരുന്നു എന്നുള്ളതാണ് ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മീനിങ്. നമ്മൾ പറഞ്ഞു കണ്ടീഷൻ വരുമ്പം, അതായത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പം മൂന്നാമത്തെ കേസിൽ ഇഫ് ക്ലോസിൻ്റെ കൂടെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഹാഡ് പ്ലസ് V3 യൂസ് ചെയ്യണത് ഇഫ് ക്ലോസിൻ്റെ കൂടെയാണ്. വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 നമ്മൾ യൂസ് ചെയ്യണത് ആരുടെ കൂടെയാണ്, വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 നമ്മൾ യൂസ് ചെയ്യണത് ആരുടെ കൂടെയാണ്, മെയിൻ ക്ലോസിലാണ്. പക്ഷെ നമുക്ക് ഇവിടെ സ്റ്റേറ്റ്മെൻറ്റിൽ അവർ ഇഫ് ക്ലോസിൻ്റെ കൂടെയാണ് വുഡ് ഹാവ് ടോൾഡ് തന്നിട്ടുള്ളത്, അത് തെറ്റാണ്. അവിടെ നമ്മൾ ഹാഡ്